ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. വറുത്തരച്ച മീൻകറി. തെരണ്ടി, തെരച്ചി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു മീനാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തെരച്ചി മീൻകറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തെരച്ചി മീന് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് വിനാഗിരിയും ഉപ്പും എല്ലാം ചേർത്ത് നല്ലപോലെ വാഷ് ചെയ്തെടുത്തതാണ്. ഒരു 3/4 കിലോ തെരച്ചി മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 ഇതള് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ സാമാന്യം വലിയ ഒരു തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് തിരുവിയെടുത്തത്. എന്നിട്ട് അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് എടുത്തതാണ്. ഇത് വറുക്കാനുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 3 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക് താളിക്കുന്നതിനായിട്ട് കടുക്, ഒരു 5 കഷ്ണം കൊടംപുളി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് തെരച്ചി മീൻകറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു മീൻ ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കാരണം ഇത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ്. കുറച്ചുകൂടി വലുപ്പമുള്ള ഉള്ളിയാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാലും നല്ലതാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുടംപുളി തന്നെ വേണമെന്നില്ല, വാളംപുളി ആയാലും മതി. ഞാനിപ്പോൾ കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. ഉള്ളി ചെറുതായൊന്ന് വാടി വരണം. ഉള്ളി ചെറുതായൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തെരച്ചി മീന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തുള്ള വെള്ളത്തിൽ തന്നെ തെരച്ചി മീനിന്റെ വെള്ളം ഊറി വരും. ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് ഇത് വേവും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മീന് അടുത്ത അടുപ്പിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറുതായി ഒന്ന് അരച്ചു വെച്ചിരിക്കുന്ന, അതായത് പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയാണ്. തിരുവിയതിനു ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്താൽ മതി. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് തേങ്ങ കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വറുത്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്തു കൊടുക്കണം. കൈയെടുക്കാതെ വറുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. തേങ്ങ നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് കുറച്ചൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം അരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. തണുക്കാനായി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മീൻ എന്തായി നോക്കാം. മീന് വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. വീണ്ടും ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരുന്നത്. തേങ്ങ തണുത്തിട്ടുണ്ട് വറുത്തത്. ഇനി ഇത് അരച്ചെടുക്കാം. നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്ത് ഒരു 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. വലിയ ജാറിൽ അരയ്ക്കാൻ എളുപ്പമാണെങ്കിൽ അതിലരച്ചാലും കുഴപ്പമില്ല. പക്ഷെ അല്പം പോലും വെള്ളം തൊടാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അരപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവാൻ വെച്ച മീൻ എന്തായെന്ന് നോക്കാം. വെള്ളമെല്ലാം ഒരുവിധം വറ്റി കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് പുളിയും ഉപ്പും എല്ലാം പിടിച്ച് പാകത്തിന് ഇരിക്കുന്നുണ്ട്. അല്പം പോലും വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല ഇതില്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടാക്കിയ വെള്ളമാണ് ചേർത്തത്. തീ കൂട്ടി വെക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ചാറ് വേണമെങ്കിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നല്ല വറ്റിയാണ് ഇരിക്കേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം. ഇപ്പൊ നമുക്ക് ഉപ്പ് എല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കാം. എല്ലാം പാകത്തിനുണ്ട്. നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ വെക്കാം. അടച്ചു വെക്കണമെന്നില്ല, കുറച്ച് തിളക്കട്ടെ. അത് തിളയ്ക്കുന്ന സമയം നമുക്ക് അടുത്ത അടുപ്പിൽ ഒരു പാൻ വെക്കാം. ഒന്ന് കടുക് താളിച്ചൊഴിക്കാനായിട്ടാണ്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. മുളകും കൂടെ ഇടാം. ചെറിയ തീ തന്നെ ഇട്ടാൽ മതി. കടുകെല്ലാം പൊട്ടുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഈ മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തെരച്ചിമീൻ തീയൽ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചോറിനോടൊപ്പവും ദോശയും ഇഡലി അപ്പം ഏതിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു തീയലാണിത്, തെരച്ചിമീൻ തീയല്. ഇനി നമുക്കിത് ഒരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. തെരണ്ടി മീൻകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി ഒരു പുതിയ വിഭവമായി നമുക്ക് വീണ്ടും കാണാം.